ഹലോ നമസ്കാരം, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വാർത്തകളിലേക്ക് കടക്കാം. ഇന്നറിയേണ്ടത്: ജി ശങ്കരക്കുറുപ്പിന്റെ 125-ാം ജയന്തി ആഘോഷം. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, അടുത്തിടെ 125-ാം ജയന്തി ആഘോഷിച്ച സാഹിത്യകാരൻ ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്, നമ്മുടെ ജ്ഞാനപീഠ ജേതാവായ ജി ശങ്കരക്കുറുപ്പിന്റെ 125-ാം ജയന്തി ആഘോഷമാണ് നടന്നത്. അപ്പോൾ നമുക്കറിയാം, ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാളിയും ആദ്യത്തെ സാഹിത്യകാരനും ആര് തന്നെയാണ്? ജി ശങ്കരക്കുറുപ്പ് തന്നെയാണ്. 1965 ഓടക്കുഴലിനാണ് ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പൊ ജ്ഞാനപീഠ പുരസ്കാരം 1961 ഏർപ്പെടുത്തുന്നത് 1961 ആദ്യത്തെ അവാർഡ്, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത് 1965. കൂടാതെ നമ്മൾ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മൾ ജി ശങ്കരക്കുറുപ്പിന് നമ്മൾ ഒരു കൃതി പറയും, ഓടക്കുഴൽ എന്ന് പറയും. പക്ഷെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ, അതായത് ഒരു 1982 കൂടി ഈ കൃതികൾക്ക് പുരസ്കാരം നൽകുന്ന പരിപാടി ജ്ഞാനപീഠ ട്രസ്റ്റ് നിർത്തലാക്കി. ജ്ഞാനപീഠ ട്രസ്റ്റാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. 82 മുതൽ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. കൂടാതെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകൾ, ഇന്ത്യൻ ഭരണഘടനയിലെ 8-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 22 ഭാഷകളിലെ കൃതികൾക്ക് മാത്രമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. അല്ലാതെ നമുക്കറിയാം, ഒത്തിരി പ്രാദേശിക ഭാഷകളുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ അത്തരം പ്രാദേശിക ഭാഷകൾക്കൊന്നും തന്നെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കില്ല. കിട്ടുന്നത് എന്തിനാണ്? നമ്മുടെ 8-ാം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ആ 22 ലാംഗ്വേജുകൾക്കാണ്. അപ്പോൾ ഇത്രയും ജ്ഞാനപീഠത്തെ പറ്റി ഒന്ന് ഓർക്കുക. കൂടാതെ നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ 125-ാം ജയന്തി ആഘോഷമാണ് ആചരിച്ചതെന്ന് ഓർക്കുക. ഇതിൽ അനിൽ ചേർത്തല എഴുതിയ സ്മൃതിഗീതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൂടി ഈ ചടങ്ങിൽ നടന്നു. ആരുടേതാണ്? അനിൽ ചേർത്തലയുടെ സ്മൃതിഗീതം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം കൂടി നടന്ന ചടങ്ങാണ് ജി ശങ്കരക്കുറുപ്പിന്റെ 125-ാം ജയന്തി ആഘോഷം. ശുഭാംശുവിന്റെ ബഹിരാകാശ യാത്ര 10-ലേക്ക് മാറ്റി. അതായത് കഴിഞ്ഞ മെയ് 29 ബഹിരാകാശത്തേക്ക് പോകും എന്ന് പറഞ്ഞ ശുഭാംശുവിന്റെ യാത്ര ജൂൺ 10-ലേക്ക് മാറ്റി. നമ്മുടെ ISS, അതായത് നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ചരിത്ര നേട്ടം നേടാനിരിക്കുകയാണ് ശുഭാംശു. അപ്പോൾ ഈ യാത്രയിലെ പൈലറ്റ് ആര് എന്നൊരു ചോദ്യം വന്നാൽ ആരും ഒട്ടും മടിക്കാതെ, ഒരു ടെൻഷനും ഇല്ലാതെ തന്നെ പറയുക, ആരാണ്? ശുഭാംശു ശുക്ലയാണ് ഈ യാത്രയിലെ പൈലറ്റ് എന്ന് പറയുന്നത്. ആക്സിയം 4 മിഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകുന്നത് ഏതാണ്? ബഹിരാകാശ നിലയത്തിലേക്കാണ്, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാകേഷ് ശർമ്മ, നമുക്കറിയാം, ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തുകയാണ്. ആരാണത്? ശുഭാംശു ശുക്ലയാണ്. അപ്പോൾ ജൂൺ 10 സാഹചര്യങ്ങളെല്ലാം ഒരുമിച്ച് വരികയാണെങ്കിൽ തീർച്ചയായും ഈ യാത്ര ജൂൺ 10 അവർ ആരംഭിക്കുകയാണ്. ഡോക്ടർ CR പ്രസാദ്, മലയാളം സർവകലാശാല VC. അപ്പൊ നമുക്ക് VC-മാരെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായ വ്യക്തിയാണ് ആര്? CR പ്രസാദ്. ആരാണ്? CR പ്രസാദ്. അപ്പോൾ ആരാണ് നമ്മുടെ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിതനായിരിക്കുന്നത്? ആരാണ്? CR പ്രസാദ്. ആരാണ്? CR പ്രസാദ്. ഇനി നമ്മുടെ ഇന്നത്തെ വാർത്തയിൽ, മാതൃഭൂമിയിൽ വന്ന ഒരു ഉള്ളിലത്തെ പേജിലൊരു വാർത്തയാണ്. ഇതൊരു അറിവ് എന്ന രീതിയിൽ അവർ കൊടുത്തിരുന്നതാണ് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അരിവാൾ രോഗത്തെ പറ്റി. അപ്പോൾ നമ്മുടെ വാർത്തയിൽ വന്ന സ്ഥിതിക്ക്, നമ്മളിങ്ങനെ പേജ് മറിച്ചപ്പോൾ ഇത്തരം ഒരു ന്യൂസ് കണ്ട സ്ഥിതിക്ക് നമുക്കൊന്ന് സിക്കിൾ സെൽ അനീമിയയെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് പോകാം. നമ്മുടെ PSCക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഒക്കെയാണ് അല്ലേ ഈ സിക്കിൾ സെൽ അനീമിയ.
അപ്പൊ ഇതൊരു ജനിതക രോഗമാണ്. സിക്കിൾ സെൽ അനീമിയ ഒരു ജനിതക രോഗമാണ്. ചുവന്ന രക്തകോശങ്ങൾക്കുണ്ടാകുന്ന അസാധാരണ രൂപമാറ്റം. എന്താണ്? നമ്മുടെ ചുവന്ന രക്താണു അല്ലെങ്കിൽ നമ്മുടെ അരുണ രക്താണുക്കൾക്കുണ്ടാകുന്ന അതിന്റെ ഷേപ്പിന് ഒരു മാറ്റം ഉണ്ടാകുന്നു. എന്ത് ആകൃതിയിലേക്ക് പോകുന്നു? അരിവാളാകൃതി. ഒരു ഡിസ്കിന്റെ ആകൃതിയിലാണ് നമ്മുടെ അരുണ രക്താണുക്കൾ ഉള്ളത്. നമ്മുടെ RBC ഉള്ളത് ഏത് രീതിയിലാണ്? ഒരു ഡിസ്കിന്റെ ആകൃതിയിലാണ്. ഇതെന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ ഡിസ്ക് ഒടിഞ്ഞ് നുള്ളിലോട്ട് തിരിയുമ്പോൾ ഒരു അരിവാൾ രൂപത്തിലാകത്തില്ലേ? അങ്ങനെ അതിന്റെ ഷേപ്പ് കുറഞ്ഞ് അരിവാൾ രൂപത്തിലേക്ക് പോകും. നമുക്കറിയാം നമ്മുടെ RBC ആണ് ഓക്സിജനെ വഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ RBCയുടെ ഷേപ്പ് കുറയുമ്പോൾ എന്ത് ചെയ്യും? ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള സ്പേസ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഓക്സിജൻ സർക്കുലേഷൻ എന്ത് ചെയ്യും? അവിടെ കുറയും. ഇതാണ് ഈ രോഗം ഏറ്റവും മാരകമാകാനുള്ള ഒരു കാരണം കൂടിയാണ് ഇത്. ഇങ്ങനെ ഓക്സിജൻ വഹിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരുമ്പോൾ എന്ത് ചെയ്യും? ഇവ ധമനികളിൽ തടസ്സം സൃഷ്ടിച്ച് രോഗിയെ കഠിനമായ വേദനയിലേക്കും മറ്റ് ശാരീരിക ദുരിതങ്ങളിലേക്കും നയിക്കും. കൂടാതെ നമ്മുടെ RBCയുടെ കാലം എത്രയാണ്? 120 ദിവസം. വെറും 120 ദിവസം മാത്രം അതിജീവന ശേഷിയുള്ള നമ്മുടെ ബ്ലഡ് സെല്ലാണ് എന്ത്? RBC. എന്നാൽ ഇത് അരിവാൾ രോഗികളിൽ, അതായത് നമ്മുടെ സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ഒരാൾക്ക് ഇത് 20 മുതൽ 60 ദിവസം വരെ മാത്രമാണ്. അപ്പോൾ പകുതി 60 എത്തുമ്പോഴാണ് നമുക്ക് പകുതി എന്ന് പറയാൻ പറ്റുന്നത്. വളരെയധികം ഒരു കുറവാണ് വന്നിരിക്കുന്നത് അല്ലേ? അതായത് സാധാരണ ഒരു മനുഷ്യന്റെ RBCയുടെ കാലയളവ്, RBCയുടെ ജീവിത കാലയളവ് എന്ന് പറയുന്നത് 120 ദിവസമാണ്. എന്നാൽ അത് സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ഒരാളിലേക്ക് പോകുമ്പോൾ അത് എത്രയായി മാറുന്നു? 20 മുതൽ 60 വരെയായി മാറുന്നു. വ്യക്തമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. സിക്കിൾ സെൽ അനീമിയ ബാധിച്ച ഒരു വ്യക്തിയുടെ RBCയുടെ കാലഘട്ടം, RBC എത്ര നാൾ വരെ ഉണ്ടാകുന്നു? എത്രയാണ്? 20 മുതൽ 60 ദിവസം. 60 ദിവസം ആകുമ്പോൾ ആ RBC സെൽ എന്ത് ചെയ്യുന്നു? നശിച്ചു പോകുന്നു. നശിച്ചിട്ട് നമുക്കറിയാം സെല്ലുകൾ നശിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും? പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാം എന്താണ്? സിക്കിൾ സെൽ അനീമിയ ബാധിച്ച സെല്ലുകളാണ്. മക്കളുടെ മോദിയപ്പൂപ്പിനെ പറ്റി വാചാലയായി ഉഷ വാൻസ്. അപ്പോൾ ഉഷ വാൻസിന്റെ മക്കൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപ്പൂപ്പനായിട്ടാണ് കാണുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ റിലേഷനൊന്നും അല്ല PSC ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് അറിയേണ്ടത് ആരാണ് ഉഷ വാൻസ് എന്ന് നമ്മൾ അറിയണം. ആരാണ് ഉഷ വാൻസ്? ആരാണ്? നമ്മുടെ US വൈസ് പ്രസിഡന്റ് ആയ JD വാൻസിന്റെ ഭാര്യയാണ് ആര്? ഉഷ വാൻസ്. ആരാണ്? US വൈസ് പ്രസിഡന്റിന്റെ ഭാര്യയാണ് ആര്? ഉഷ വാൻസ്. കൂടാതെ US ദ്വിതീയ വനിതയാണ് ആര്? ഉഷ വാൻസ്. നമുക്കറിയാം നമ്മുടെ പ്രസിഡന്റിന്റെ ഭാര്യയാണ് നമ്മൾ പ്രഥമ വനിത എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ഫസ്റ്റ് സിറ്റിസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഒരു പ്രസിഡന്റ്, രാഷ്ട്രപതിയാണ് ഫസ്റ്റ് സിറ്റിസൺ എന്ന് പറയുന്നത്. പ്രഥമ വനിത എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡന്റിന്റെ ഭാര്യയാണ് പ്രഥമ വനിത. അപ്പൊ ഇവിടെ വൈസ് പ്രസിഡന്റ് ആണ് JD വാൻസ്. അപ്പോൾ JD വാൻസിന്റെ ഭാര്യയാണ് ഉഷ വാൻസ്. യുഎസിന്റെ ദ്വിതീയ വനിതയാണ് ആര്? ഉഷ വാൻസ്. അപ്പൊ കൂടാതെ ഇവിടെ ഒന്നുകൂടി ഓർത്തിരിക്കുക, നമ്മുടെ US തെരഞ്ഞെടുപ്പ് നടന്നിട്ട് അധികമായില്ല. കഴിഞ്ഞ ഡിസംബറിലായിരുന്നു. ജനുവരി 20-നാണ് JD വാൻസ് വൈസ് പ്രസിഡന്റും നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റുമായി ചുമതലയേറ്റത്. നമുക്ക് എല്ലാവർക്കും അറിയാം ജനുവരി 20-നാണ് US പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കയിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പ്രസിഡന്റ് അല്ല, മറിച്ച് ആരാണ്? വൈസ് പ്രസിഡന്റ് ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 2025 ജനുവരി 20-ന് സ്ഥാനാരോഹണത്തിൽ ആദ്യം പ്രതിജ്ഞ ചെയ്തത് ആരാണ്? JD വാൻസ് ആണ്. ആരാണ്? JD വാൻസ് ആണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനാരോഹിതനായത്. ആരാണ്? JD വാൻസ്. യുഎസിന്റെ വൈസ് പ്രസിഡന്റായ JD വാൻസ്. അതിനുശേഷമാണ് US പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. US പ്രസിഡന്റ് തിരഞ്ഞെടുക്കുന്നത് ഓരോ 4 വർഷം കൂടുമ്പോഴാണ്. ജനുവരി 20-നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇലക്ഷൻ വരുന്ന ഡിസംബർ മാസത്തിൽ വരും. പിറ്റേ വർഷം ജനുവരി 20-ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗിക ജീവിതത്തിലേക്ക് അവർ കടക്കും. ഇടുക്കി റെയിൽവേ ഭൂപടത്തിലെത്തും. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജിയോഗ്രഫി പഠിക്കുമ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന ഒന്നാണ്, കേരളത്തിൽ റെയിൽവേ സ്റ്റേഷനുകൾ അല്ലെങ്കിൽ റെയിൽവേ ലൈൻ കടന്നു പോകാത്ത 2 ജില്ലകളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഇടുക്കിയും വയനാടും.
ഇടുക്കിയിലും വയനാട്ടിലും റെയിൽവേ ലൈൻ കടന്നു പോകുന്നില്ല, റെയിൽവേ ലൈനും കടന്നു പോകുന്നില്ല, അവിടെ ഒരു സ്റ്റോപ്പുമില്ല, ഒന്നുമില്ല. അപ്പോൾ അടുത്ത് വരാനിരിക്കുകയാണ് ഇടുക്കിയിൽ ഒരു റെയിൽവേ. ഇടുക്കിയിൽ റെയിൽവേ വരാൻ പോവുകയാണ്. അങ്കമാലി പാതയും ചെങ്ങന്നൂർ പാതയുമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ചരിത്രം തന്നെയാണ്. എന്താണ്, നാളിതുവരെ ഇടുക്കിയിലും വയനാടിലും ഒരു റെയിൽവേ ലൈൻ വന്നിട്ടില്ല. അപ്പോൾ ഇടുക്കിയിൽ റെയിൽവേ എത്താൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇനി മാപ്പ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഭൂപടത്തിൽ ഇടുക്കിയിൽ കൂടെ ആ റെയിൽവേ ലൈനിന്റെ ആ ഒരു സിമ്പൽ ഒന്ന് വരച്ച് വെക്കണം. ഇടുക്കിയിലും എന്ത് വരാൻ പോകുന്നു? റെയിൽവേ ലൈൻ വരാൻ പോകുന്നു. കേരളത്തിലെ റെയിൽവേ ഭൂപടത്തിൽ ഇടം പിടിക്കാത്ത 2 ജില്ലകളാണ് ഇടുക്കിയും വയനാടും. അങ്കമാലി ശബരി പാത ഏതാണ്? അങ്കമാലി ശബരി പാത. അങ്കമാലി ശബരി പാത യാഥാർത്ഥ്യമാകുന്നോടെ, അങ്കമാലി ശബരി പാത യാഥാർത്ഥ്യമാകുമ്പോൾ ഇടുക്കി ജില്ല റെയിൽവേ ഭൂപടത്തിലെത്തും. അപ്പോൾ ഏതാണ്? അങ്കമാലി ശബരി. അങ്കമാലി ശബരി പാത യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഇടുക്കി ജില്ലയും നമ്മുടെ റെയിൽവേ ഭൂപടത്തിലെത്തുന്നത്. ഇതാണ് കാലടി മുതൽ തൊടുപുഴ വരെ, കാലടി മുതൽ തൊടുപുഴ വരെ 58 കിലോമീറ്റർ. എത്രയാണ്? 58 കിലോമീറ്റർ പാതയുടെ നിർമ്മാണമാണ് ഉടൻ ആരംഭിക്കുന്നത്. കാലടി മുതൽ തൊടുപുഴ വരെ 58 കിലോമീറ്ററിന്റെ നിർമ്മാണമാണ് ഉടനടി ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ വരുന്നത് അങ്കമാലി ശബരി പാതയാണ്. അങ്കമാലി ശബരി പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടിയാണ് ഇടുക്കി ജില്ലയിലും റെയിൽവേ ലൈൻ എന്നത് യാഥാർത്ഥ്യമാകുന്നത്. അനലീന ബാർബോക്ക് UN പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റ്. UN പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി നിയമിതയാകുന്ന വനിതയാണ് അനലീന ബാർബോക്ക്. ആരാണ്? അനലീന ബാർബോക്ക്. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രി, ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രിയാണ് ആര്? അനലീന ബാർബോക്കെ. 193 അംഗങ്ങളാണ് നമ്മുടെ ഐക്യരാഷ്ട്ര സഭയിലുള്ളത്. 193 അംഗ പൊതുസഭയിൽ തിങ്കളാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ 167 വോട്ട് നേടി. ബാർബോക്ക് 167 വോട്ട് നേടി 88 വോട്ടാണ് ജയിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു വലിയ ഭൂരിപക്ഷമാണ്. 88 വോട്ട് മതിയായിരുന്നു ജയിക്കാൻ, പക്ഷേ 167 വോട്ട് നേടിയാണ് ബാർബോക്ക് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര വോട്ട് എന്നൊന്നും വേണ്ട, അനലീന ബാർബോക്കാണ് UN പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റ്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ PSCയുടെ ട്രെൻഡ് അനുസരിച്ച് നിലവിലെ UN പ്രസിഡന്റിന്റെ പേരൊക്കെ തന്നിട്ട് എന്ത് ചെയ്യും? അതും തന്നിരിക്കും, നമുക്കിനി അടുത്ത വരാനുള്ളത് തന്നിരിക്കും. അടുത്ത നിലവിൽ വന്നതിന് ശേഷമാണ് ആ പരീക്ഷകൾ നമ്മൾ തീർച്ചയായും അനലീന ബാർബോക്കിന്റെ പേര് തന്നെ ബബിൾ ചെയ്യണം. അപ്പോൾ UN പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? അനലീന ബാർബോക്കാണ്. ജർമ്മനിയുടെ വിദേശകാര്യമന്ത്രി. ജർമ്മനിയും ജപ്പാനും ചിലർക്കെങ്കിലുമൊക്കെ തിരിഞ്ഞു പോകും, തിരിയരുത്. യൂറോപ്പിൽ നിന്നുള്ളൊരു വ്യക്തിക്ക് മാത്രമേ UN പൊതുസഭയുടെ പ്രസിഡന്റ് ഒക്കെ ആകാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ടും ഓർത്തിരിക്കുക. ആരാണ്? ജർമ്മനിയാണ്. ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രി. പോളിഷ് സർക്കാർ 11-ന് വിശ്വാസ വോട്ട് നേടും. പോളണ്ടിൽ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക്. അപ്പോൾ ഇത് വരാൻ കാരണം ഈ ഡൊണാൾഡ് ടസ്ക് ആണ്. പോളണ്ടിൽ പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടുകക്ഷി സർക്കാർ ഈ മാസം 11-ന് വിശ്വാസ വോട്ട് നേടും. അപ്പോൾ പോളണ്ടിന്റെ പ്രധാനമന്ത്രി ആരാണ്? ഡൊണാൾഡ് ടസ്ക് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റിനെ പരിചയപ്പെട്ടു. അപ്പോൾ ആരാണ് പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് എന്ന് എല്ലാവരും കൃത്യമായിട്ടും കമന്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ, അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ ഒരു ചോദ്യം അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് എനിക്കറിയാം. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും പോളണ്ടിന്റെ പ്രസിഡന്റിന്റെ പേര് കമന്റ് ചെയ്യുക. പോളണ്ടിന്റെ പ്രധാനമന്ത്രി ആരാണ്? ഡൊണാൾഡ് ടസ്ക്. ആരാണ്? ഡൊണാൾഡ് ടസ്ക്. അപ്പോൾ ഇതുടനെ മാറും. കാര്യം എന്താണ്? വിശ്വാസ വോട്ട് നേടിയിരിക്കുകയാണ്. പാർട്ടി വീണ് കഴിഞ്ഞു. ഇനി ഒരു വിശ്വാസ വോട്ട് നേടി ഇതിലും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡൊണാൾഡ് ടസ്ക് മാറാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും പേര് കൃത്യമായി പഠിച്ചിരിക്കുക. ബാംഗ്ലൂരിന് IPL കിരീടം. അപ്പോൾ നമ്മുടെ 2025-ലെ IPLന്റെ 18ാം പതിപ്പ്. എത്രാമത്തെയാണ്? 18ാമത്തെ IPL സീസൺ വിജയി ആയിരിക്കുകയാണ് നമ്മുടെ RCB, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. നമ്മുടെ RCB 18ാം IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ജേതാക്കൾ. 18ാം നമ്പർ ജേഴ്സിയിൽ ഇറങ്ങുന്ന വിരാട് കോഹ്ലി എന്ന വല്യേട്ടന് ടീമിലെ യുവതാരങ്ങളുടെ സ്നേഹാദരം കൂടിയായി ഈ കിരീടം. IPL കണ്ടവർക്കറിയാം, ഈ ഫൈനലിൽ വന്ന 2 ടീമും ആര് ജയിച്ചാലും നമ്മൾ ഹാപ്പി ആയിരുന്നു അല്ലെ? RCB ജയിച്ചാലും പഞ്ചാബ് ജയിച്ചാലും
ജയിച്ചാലും സന്തോഷം എന്ന രീതിയിൽ നിന്ന് ഒത്തിരി കാണികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പഞ്ചാബും ബാംഗ്ലൂരും ആദ്യമായിട്ടാണ് ഫൈനലിൽ കടക്കുന്നത്. പഞ്ചാബും ബാംഗ്ലൂരും ഇതുവരെയും ഒരു IPL കിരീടം നേടിയിരുന്നില്ല. അപ്പോൾ ആര് ജയിച്ചാലും അവരുടെ കന്നി കിരീടമായിരുന്നു. പക്ഷെ ഇത്തവണ കന്നി കിരീടം ലഭിച്ചത് ബാംഗ്ലൂരിനാണ് IPLന്റെ 18ാം പതിപ്പ് കിരീടം നേടിയിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പൊ നമുക്ക് IPLന്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് വേണം. നമുക്കറിയാം ഒത്തിരി മാൻ ഓഫ് ദി മാച്ച് അങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് അതൊരു ചെറിയ ക്ലാസ് ആയിട്ട് അടുത്ത ദിവസം കൃത്യമായിട്ട് എടുക്കാം. അപ്പൊ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കുക. 18ാം പതിപ്പ് IPLന്റെ 18ാം പതിപ്പാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പറും 18 ആണ്. അപ്പോൾ വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പറും 18 ആണ്. 18ാം പതിപ്പിൽ 18ാം ജേഴ്സി നമ്പറുകാരൻ എന്ത് ചെയ്തു? കിരീടം നേടി. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. IPLന്റെ 18ാം പതിപ്പാണ് ഈ കഴിഞ്ഞത്. അപ്പൊ ഇതും അത് തന്നെയാണ്, ഒരേ ഒരു രാജാവ്. ഇതിൽ ചാമ്പ്യന്മാരെ കൊടുത്തിട്ടുണ്ട്. 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ചാമ്പ്യനായത്. 2024 2023 ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പൊ കഴിഞ്ഞ സീസണിലെ വിജയികളെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. 17ാം പതിപ്പിൽ ആരായിരുന്നു? കൊൽക്കത്ത. 17ാം പതിപ്പിലെ വിജയി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആയിരുന്നു. 2023 16ാം പതിപ്പിൽ ആരായിരുന്നു? ചെന്നൈ ആയിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് 2023 16ാം IPL പതിപ്പിലെ ചാമ്പ്യൻ. അപ്പൊ ഇതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. നമുക്ക് ഈ 16, 17, 18 നമുക്ക് എല്ലാവർക്കും അറിയാം നമ്പർ മാറ്റി തരുന്ന ഒരു രീതിയും കൂടി ആർക്കുണ്ട്? നമ്മുടെ PSCക്കുണ്ട്. ഇങ്ങനെ നമ്പരൊക്കെ മാറ്റി 1ാം സ്ഥാനം 2ാം സ്ഥാനം 3ാം സ്ഥാനം തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ ഇതുകൂടി കൃത്യമായി ഓർക്കുക. അപ്പൊ 18 ആണ് എന്ന് ഓർക്കാനുള്ള ഒരു ഹിന്റാണ് തന്നത്. 18ാം നമ്പറാണ് നമ്മുടെ വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പർ 18 ആണ്. അപ്പൊ 18ാം പതിപ്പ് 18ാം നമ്പറുകാരന്. എരിഗാസിയെ കീഴടക്കി ഗുകേഷ്. ഇന്ത്യൻ താരങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അർജുൻ എരിഗാസിയെ കീഴടക്കി ലോക ചാമ്പ്യൻ ഡി ഗുകേഷ്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ ഇവർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടത്? ഇപ്പൊ ഡി ഗുകേഷിന് എല്ലാവർക്കും അറിയാം. അർജുൻ എരിഗാസിയെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. നമ്മുടെ ക്ലാസ് കണ്ടുവരുന്ന എല്ലാവർക്കും അറിയാം അർജുൻ എരിഗാസി ഒരു ചെസ് ചാമ്പ്യൻ ആണെന്ന്. അപ്പോൾ അർജുൻ എരിഗാസിയും ഡി ഗുകേഷും തമ്മിൽ ഒന്ന് കോർത്തിണക്കി നോർവേയിൽ നടക്കുന്ന ഒരു ചെസ് ചാമ്പ്യൻഷിപ്പാണ്. അതിൽ അർജുൻ എരിഗാസിയെ ആര് തോൽപ്പിച്ചു? ഡി ഗുകേഷ് തോൽപ്പിച്ചു. കഴിഞ്ഞ ദിവസം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതൊരു റൗണ്ടിലാണ്, അതൊരിക്കലും ഫൈനൽ അല്ല. ഇവിടെ ഒരു റൗണ്ട് എത്തിയപ്പോഴത്തേക്കും അർജുൻ എരിഗാസിയെ നമ്മൾ ഡി ഗുകേഷ് തോൽപ്പിച്ചു. അപ്പൊ ഇതിന്റെ വിജയി ആരെന്ന് നമുക്ക് വരും ക്ലാസ്സുകളിൽ അറിയാൻ കഴിയും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം മാഗ്നസ് കാൾസനെ ഡി ഗുകേഷ് കീഴടക്കിയത് പറഞ്ഞായിരുന്നു. അതൊരു റൗണ്ട് ആയിരുന്നു. ഇതുപോലെ ആരെയും കീഴടക്കിയിരിക്കുന്നു? അർജുൻ എരിഗാസിയെ ആദ്യമായിട്ടാണ് ഡി ഗുകേഷ് കീഴടക്കുന്നത്. ഇതിലൂടെ നമ്മുടെ നോർവേ ചെസ്സിൽ ആര് 2ാം സ്ഥാനത്തെത്തി? ഡി ഗുകേഷ് 2ാം സ്ഥാനത്തെത്തി. മാച്ച് കഴിഞ്ഞിട്ടില്ല, അവരുടെ നിലയാണ്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഡി ഗുകേഷ്. മുഹമ്മദ് ബാസിലിന് സ്വർണം. അപ്പൊ ഇനി ഒരു സ്വർണ്ണ വാർത്തയാണ്. ആർക്കാണ് സ്വർണം? മുഹമ്മദ് ബാസിലിന് പാരീസിൽ നടന്ന വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രിയിൽ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടി. മലയാളി കൂടിയാണ് മുഹമ്മദ് ബാസിൽ. അപ്പൊ ഒരു പാരാ അത്ലറ്റ് താരമാണ് ആര്? മുഹമ്മദ് ബാസിൽ. എന്താണ്? പാരാ അത്ലറ്റ് താരം. അപ്പൊ ഇതൊരു വേദിയും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. പാരീസിലാണ് എന്ത് നടക്കുന്നത്? വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രീ നടക്കുന്നത് എവിടെയാണ്? പാരീസിലാണ്. വേൾഡ് പാരാ അത്ലറ്റിക് ഗ്രാൻഡ് പ്രീ വേദി പാരീസ് ആണ്. മുഹമ്മദ് ബാസിൽ ഒരു പാരാ അത്ലറ്റ് ആണ്. ഇന്ത്യൻ പാരാ അത്ലറ്റ് ആണ് മുഹമ്മദ് ബാസിൽ. കൂടാതെ മലയാളി കൂടിയാണ് ആര്? മുഹമ്മദ് ബാസിൽ. മോഷൻ ഓഫ് ഇംപീച്ച്മെന്റ് അഗൈൻസ്റ്റ് ജസ്റ്റിസ് വർമ്മ ലൈക്ലി ഡ്യൂറിംഗ് മൺസൂൺ സെഷൻ ഓഫ് പാർലമെന്റ്. അപ്പൊ നമ്മുടെ പാർലമെന്റിന്റെ മൺസൂൺ സെഷനിൽ ആരെയാണ് ഇംപീച്ച് ചെയ്യാൻ പോകുന്നത്? ഇംപീച്ച്മെന്റ് നടപടിക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു ജസ്റ്റിസ് വർമ്മയുടെ. അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ആര്? ജസ്റ്റിസ് വർമ്മ. എവിടത്തെയാണ്? അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ജസ്റ്റിസ് വർമ്മ. അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടി സ്വീകരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം നമ്മുടെ പാർലമെന്റിന് വേനൽക്കാല സെക്ഷനും മൺസൂൺ സെക്ഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ മൺസൂൺ സെക്ഷനിലാണ് ഇത് ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജി ആരാണെന്ന് അറിയണം. ഹൈക്കോടതിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ഹൈക്കോടതി ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ അത് സൗമിത്ര സെൻ ആണ് ആദ്യമായിട്ട് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ഹൈക്കോടതി ജഡ്ജി. സുപ്രീം കോടതി ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ അത് വി രാമസ്വാമിയാണ്. സുപ്രീം കോടതി ജഡ്ജി ആരാണ്? വി രാമസ്വാമിയാണ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട സുപ്രീം കോടതി ജഡ്ജി.
ഇപ്പൊ രണ്ട്, നമ്മുടെ സൗമിത്ര സെന്നിന്റെ കാര്യം പറഞ്ഞപ്പോഴും വി രാമസ്വാമിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ജഡ്ജിമാരെന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? ഇന്ത്യയിൽ ഇതുവരെയും ഒരു ജഡ്ജിമാരെയും ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഹൈക്കോടതി ജഡ്ജിയൊക്കെ പുറത്താക്കുന്നതിനുള്ള രീതിയാണ് എന്ത്? ഇംപീച്ച്മെന്റ്. ഇന്ത്യയിൽ നാളിന്ന് വരെ ഒരു ജഡ്ജിമാരെയും ഇംപീച്ച്മെന്റ് വഴി പുറത്താക്കിയിട്ടില്ല. മറ്റൊരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ഈ വി രാമസ്വാമി അടുത്തിടെ അന്തരിച്ചുപോയി. കഴിഞ്ഞ വർഷം 2024 അന്തരിച്ച വ്യക്തി കൂടിയാണ് വി രാമസ്വാമി. അപ്പോൾ വി രാമസ്വാമിക്ക് ഈ സാഹചര്യത്തിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അദ്ദേഹം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ്. എന്താണ്? പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് വി രാമസ്വാമി. അദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടി നേരിടാനുള്ള കാര്യം ചില സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതായത് സ്വത്ത് സമ്പാദനം, അങ്ങനെ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് വി രാമസ്വാമിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചത്. അപ്പൊ അദ്ദേഹം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇംപീച്ച്മെന്റ് നടപടി നേരിടുന്ന ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് വി രാമസ്വാമി. അപ്പൊ നമുക്ക് ചോദ്യം വരാം, അടുത്തിടെ അന്തരിച്ച ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജി ആരെന്ന് ചോദിച്ചാൽ വി രാമസ്വാമിയാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം വരാം. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയാണ് വി രാമസ്വാമി. അപ്പൊ ഇനി അടുത്തത് ഇംപീച്ച്മെന്റ് നടപടി നേരിടാൻ പോകുന്നത് ആരാണ്? ജസ്റ്റിസ് വർമ്മയാണ്. അലഹാബാദ് ഹൈക്കോടതിയിലെ ജഡ്ജാണ് ജസ്റ്റിസ് വർമ്മ. സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡന്റ്, സെൻട്രൽ ലെഫ്റ്റ് ലീഡർ ലീ വിൻ സൗത്ത് കൊറിയ പ്രസിഡൻസി. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്യക്തിയാണ് ആര്? ലീ ജെ മ്യൂങ്. എന്താണ്? ലീ ജെ മ്യൂങ് ആണ് സൗത്ത് കൊറിയയുടെ പുതിയ പ്രസിഡന്റ്. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് പട്ടാള ഭരണമൊക്കെ പറഞ്ഞ രാജ്യമാണ് സൗത്ത് കൊറിയ. അതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക. സൗത്ത് കൊറിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലീ ജെ മ്യൂങ് ആണ്. ആരാണ്? ലീ ജെ മ്യൂങ്. അപ്പൊ നമ്മൾ പത്രവാർത്തകളിലൂടെയുള്ള കറണ്ട് അഫയേഴ്സ് ഫാക്ടുകളെല്ലാം തന്നെ ഏകദേശം എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നോക്കാം. അറിയാം കൂടുതൽ ആനുകാലിക വാർത്തകൾ. ആദ്യം നമുക്ക് അറിയാനുള്ളത് 2025 ഏഷ്യൻ അത്ലറ്റിക് മീറ്റിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ അതിന്റെ ഓരോ ചെറിയ കണികൾ, ചെറിയ ക്യാപ്സ്യൂൾ പോലെ ഓരോ ദിവസത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. 2025 ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് 26ാമത് ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ആണ്. എത്രാമതാണ്? 26ാമത്. നമ്മൾ IPL 18ാം സീസൺ എന്ന് പറഞ്ഞതുപോലെ 26ാമത് ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ആണ് ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ നടന്നത്. എവിടെയാണ്? ദക്ഷിണ കൊറിയയിലെ ഗുമിയിലാണ് 26ാമത് അത്ലറ്റിക് മീറ്റ് നടന്നത്. നമ്മൾ അവിടുത്തെ പ്രസിഡന്റിന് ഇപ്പൊ പറഞ്ഞു വന്നതേ ഉള്ളൂ. ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 24 ആണ്. ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം, ആകെ സ്വർണം, വെള്ളി, വെങ്കലം എല്ലാം കൂടി ആകെ നേടിയ മെഡലുകളുടെ എണ്ണം എത്രയാണ്? 24 ആണ്. 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം. എത്രയാണ്? 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം. ഇതുൾപ്പെടെ ആകെ 24 മെഡലുകളാണ് ഇന്ത്യക്ക് 26ാമത് ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ലഭിച്ചത്. ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത് ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞതാണ്. ആരായിരുന്നു? ഗുൽവീർ സിംഗ് ആണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത്. 10,000 മീറ്റർ ഓട്ടത്തിലാണ് ഗുൽവീർ സിംഗ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണം നേടിയത്. ഇത് സ്വർണമാണ്. എങ്കിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആരാണ്? സെൽവിൻ സെബാസ്റ്റ്യൻ വെങ്കല മെഡലാണ്. 20 കിലോമീറ്റർ നടത്തത്തിലാണ് സെൽവിൻ സെബാസ്റ്റ്യൻ വെങ്കല മെഡൽ നേടിയത്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നേ? 26ാമത് ഏഷ്യൻ അത്ലറ്റിക് മീറ്റ്, ദക്ഷിണ കൊറിയയിലെ ഗുമിയിൽ നടക്കുന്ന 26ാമത് ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഇന്ത്യയുടെ മെഡൽ നില, ആകെ മെഡൽ 24, 8 സ്വർണം, 10 വെള്ളി, 6 വെങ്കലം. ആദ്യ മെഡൽ നേടിയത് സെൽവിൻ സെബാസ്റ്റ്യൻ. ആദ്യ സ്വർണം നേടിയത് ഗുൽവീർ സിംഗ്. സെൽവിൻ സെബാസ്റ്റ്യന് വെങ്കല മെഡലാണ് ലഭിച്ചത്. 400 മീറ്ററിൽ വെള്ളി മെഡൽ നേടി രൂപാൽ ചൗധരി ഗുമിയിൽ പോഡിയത്തിൽ ഫിനിഷ് ചെയ്ത ആദ്യ ഇന്ത്യൻ വനിതയായി. 400 മീറ്ററിൽ വെള്ളി മെഡൽ നേടിയ രൂപാൽ ചൗധരിയാണ് പോഡിയത്തിൽ ഫിനിഷ് ചെയ്ത ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയത്.
സച്ചിൻ ജാദവ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടതാണ് സച്ചിൻ ജാദവ്. സച്ചിൻ ജാദവ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ജാവലിംഗ് ത്രോ. ജാവലിംഗ് ത്രോയിൽ നമ്മുടെ നീരജ് ചോപ്ര മാത്രമല്ല ഉള്ളത്, ഒരുപാട് അത്ലറ്റ്സ് ഉണ്ട്. അതിലൊരാളാണ് ആര്? സച്ചിൻ ജാദവ്. ഇത് ഞാൻ മുന്നേ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലും പറഞ്ഞു പോയിട്ടുണ്ട്. ജാവലിംഗ് ത്രോ ആയതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നമുക്ക് നീരജ് ചോപ്രയെ മാത്രമേ അറിയാവൂ. നീരജ് ചോപ്ര മാത്രമല്ല, സച്ചിൻ ജാദവും ഉണ്ട്, ജാവലിൻ ത്രോ താരമാണ്. മീറ്റിൽ ഒന്നാമതെത്തിയത്, അതായത് 26ാമത് ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ആകെ 26 മെഡലുകളാണുള്ളത്. ചൈനയ്ക്കാകെ 26 മെഡലുകളാണുള്ളത്. 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. 3ാം സ്ഥാനം ജപ്പാൻ. അപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മുടെ PSC സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയും. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും കൃത്യമായി അറിഞ്ഞിരിക്കുക. 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം ഇന്ത്യ, 3ാം സ്ഥാനം ജപ്പാൻ. ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമൊക്കെ PSCക്കും ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെയും കുറച്ച് അഭ്യാസം പഠിപ്പിക്കാനുള്ള PSCയുടെ അഭ്യാസമാണത്. അപ്പോൾ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള സംയുക്ത സൈനികാഭ്യാസമാണ് നോമാഡിക് എലിഫന്റ് 2025. എന്താണ്? നോമാഡിക് എലിഫന്റ് 2025. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത വന്യജീവി സംരക്ഷകനും ഇന്ത്യയിലെ കടുവ പഠനത്തിന്റെ പരമാചാര്യനുമായ വ്യക്തിയാണ് വാൽമീകി ഥാപ്പർ. നമുക്ക് പരിചിതനായ വ്യക്തിയാണ് വാൽമീകി ഥാപ്പർ. എന്താണ്? ഇന്ത്യയിൽ കടുവ പഠനത്തിന്റെ പരമാചാര്യനാണ് ആര്? വാൽമീകി ഥാപ്പർ. 1988 രത്തംബോർ ഫൗണ്ടേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ വ്യക്തിയാണ് വാൽമീകി ഥാപ്പർ. എന്താണ്? 1988 രത്തംബോർ ഫൗണ്ടേഷൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയ വ്യക്തിയാണ് വാൽമീകി ഥാപ്പർ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമുക്കൊന്ന് നോക്കാം. കടുവകളുടെ രഹസ്യ ജീവിതം, ടൈഗർ ഫയർ 50 ഇയേഴ്സ് ഓഫ് ദി ടൈഗർ ഇൻ ഇന്ത്യ, ടൈഗർ ഫയർ 50 years of the tiger in India, Tiger the Ultimate Guide, The Last Tiger, My Life with Tigers. ഏതാണ്? The Last Tiger, My Life with Tigers. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ആരാണ്? വാൽമീകി ഥാപ്പർ. രത്തംബോർ ദേശീയ വന്യജീവി സങ്കേതത്തിലെ കടുവകളുടെയും വാൽമീകി ഥാപ്പറിന്റെയും കഥ പറയുന്ന ഒരു ഡോക്യുമെന്ററി ഉണ്ട്, മൈ ടൈഗർ ഫാമിലി. അപ്പോൾ മൈ ടൈഗർ ഫാമിലി എന്ന ഡോക്യുമെന്ററി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വാൽമീകി ഥാപ്പറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? രത്തംബോർ വന്യജീവി സങ്കേതമാണ് മൈ ടൈഗർ ഫാമിലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ബിർക്ക് ഹെഡും ബെത്ത് ജോൺസും ചേർന്നാണ്. ആരൊക്കെയാണ്? ബിർക്ക് ഹെഡും ബെത്ത് ജോൺസും ചേർന്നാണ് മൈ ടൈഗർ ഫാമിലി എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്. ധാരാശിവ് എന്ന് പുനർനാമകരണം ചെയ്ത മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷനാണ് ഉസ്മാനാബാദ്. ഏതാണ്? ഉസ്മാനാബാദ്. അപ്പോൾ ഉസ്മാനാബാദ് ഇനി അറിയപ്പെടുന്നത് എന്താണ്? ധാരാശിവ് എന്നാണ്. എന്താണ്? ധാരാശിവ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷനാണ് ഉസ്മാനാബാദ്. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും കണ്ടെത്തിയ പുതിയ തവള ഇനമാണ് അമോലോപ്സ് ഷില്ലോങ്. എന്താണ്? അമോലോപ്സ് ഷില്ലോങ് അഥവാ ഷില്ലോങ് കാസ്കേഡ് തവള അഥവാ അമോലോപ്സ് ഷില്ലോങ്. മേഘാലയയിലെ ഷില്ലോങ്ങിൽ നിന്നും. അപ്പോൾ ഇത് നമുക്ക് മേഘാലയയിലെ ഷില്ലോങ് ആണെന്ന് ഈ പേരിൽ നിന്നും കിട്ടും. ഏത് ഇനം ജീവിവർഗമാണെന്ന് ചോദിച്ചാൽ തവളയാണ്. ഏതാണ്? തവള. അപ്പോൾ നമ്മൾ കൂടുതൽ ആനുകാലിക വാർത്തകൾ പറഞ്ഞു. അത്രയും പോരാ, നമുക്കിനി ഒന്ന് റിവിഷൻ ചെയ്യണം. ഇത് അത്രയും നമ്മൾ പഠിച്ചോ ഇല്ലയോ നമുക്ക് സ്വയം ഒന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് റിവിഷൻ നോക്കാം. 2025 72ാമത് മിസ് വേൾഡ് കിരീടം നേടിയത് ആരാണ്? തായ്ലൻഡ് സുന്ദരി. നമ്മൾ പറഞ്ഞായിരുന്നു ക്യാൻസറിനെ അതിജീവിച്ച വ്യക്തിയാണ്. ആര്? ഒപ്പൽ സുജാത ചവാങ്ശ്രീ. ആരാണ്? ഒപ്പൽ സുജാത ചുവാങ്ശ്രീ. വേദി ഹൈദരാബാദിലാണ് 2025 മിസ് വേൾഡ് കോമ്പറ്റീഷൻ നടന്നത്. ഈ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരാണ്? നന്ദിനി ഗുപ്തയാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്. മറന്നു പോകരുത്, നന്ദിനി ഗുപ്ത. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായിരുന്നു. 31. 2025 പ്രമേയം അൺമാസ്കിംഗ് ദ അപ്പീൽ എക്സ്പോസിംഗ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് നക്കോട്ടിനോ പ്രൊഡക്റ്റ്. അൺമാസ്കിംഗ് ദ അപ്പീൽ
എക്സ്പോസിംഗ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് നെക്കോട്ടിനോ പ്രൊഡക്റ്റ് എന്നതാണ് 2025 പ്രമേയം. അൺമാസ്കിംഗ് ദ അപ്പീൽ എന്നെങ്കിലും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിരിക്കുക. ആവശ്യകത വെളിപ്പെടുത്തൽ, പുകയില, നാർക്കോട്ടിനോ ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യവസായ തന്ത്രങ്ങൾ തുറന്നുകാട്ടൽ. നിർമ്മാണം പൂർത്തിയായാൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ തുരങ്കപാതയായി മാറുന്നത് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാതയാണ്. കഴിഞ്ഞ ദിവസം വാർത്തയിൽ വന്നതാണ്, നമ്മൾ പഠിച്ചതുമാണ്. നിർമ്മാണം പൂർത്തിയായാൽ രാജ്യത്തെ മൂന്നാമത്തെ വലിയ തുരങ്കപാതയായി മാറുന്നത് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത. കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പൊയിൽ നിന്നും ആരംഭിച്ച് വയനാട് ജില്ലയിലെ കള്ളാടി വരെ. അപ്പൊ നമുക്ക് ചോദ്യം വരാം, ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത ഏതൊക്കെ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഏതൊക്കെയാണ്? കോഴിക്കോട്, വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇനി വരാനിരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ മൂന്നാമത്തെ തുരങ്കപാതയായി മാറുന്നതാണ് ഏത്? ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാത. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി തരിക. 1-2 പേരൊക്കെ തരുന്നുണ്ട്, പോരാ, നിങ്ങൾ എല്ലാവരും മറുപടി തരിക. നിങ്ങൾ ഫുള്ള് കാണുക, ക്ലാസ് മുഴുവനായിട്ട് കണ്ട് ഈ ചോദ്യം, ഈ റിവിഷൻ, ഈ റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്നൊരു സെഗ്മെന്റും കൂടി ചെയ്ത് പൂർത്തിയാക്കി പോവുക. ഓരോ ദിവസം പഠിക്കുന്നത് കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. 2025 26ാമത് ഏഷ്യൻ അത്ലറ്റിക് മീറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. അപ്പൊ നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദക്ഷിണ കൊറിയയിലെ ഗുമി ആയിരുന്നു വേദി. ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് സെൽവിൻ സെബാസ്റ്റ്യൻ ആണ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത്. മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ്. നാലാമത്തെ ഓപ്ഷൻ, 24 മെഡലുകൾ നേടി ജപ്പാൻ 3ാം സ്ഥാനത്തെത്തി. ഓപ്ഷൻസ് നോക്കാം. എ എല്ലാം ശരി, ബി എല്ലാം തെറ്റ്, സി 1, 2, 3 ശരി, ഡി 1, 3 ശരി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ആദ്യം ഒന്ന് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യുക, എന്നിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യുക. എല്ലാവരും ആൻസർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ആൻസർ ചെയ്യുക. ക്ലാസ് കാണുന്ന എല്ലാവരും നിങ്ങളുടെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ഇതിൽ ഏതാണ് ഉത്തരമെന്ന് നമുക്ക് നോക്കാം. ദക്ഷിണ കൊറിയയിലെ ഗുമി ആയിരുന്നു വേദി. ശരിയാണ്, നമ്മൾ പറഞ്ഞതാണ്. ദക്ഷിണ കൊറിയ തന്നെയാണ്, സൗത്ത് കൊറിയ തന്നെയാണ്, നോർത്ത് അല്ല. ദക്ഷിണ കൊറിയയിലെ ഗുമി ആയിരുന്നു വേദി. ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് സെൽവിൻ സെബാസ്റ്റ്യൻ ആണ്. ആണോ? സെൽവിൻ സെബാസ്റ്റ്യൻ ആണോ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത്? ഗുൽവീർ സിംഗ് അല്ലേ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത്? ആണോ? അല്ല. ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ആര് തന്നെയാണ്? സെൽവിൻ സെബാസ്റ്റ്യൻ തന്നെയാണ്. വെങ്കല മെഡൽ. ഇന്ത്യക്ക് വേണ്ടി ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് സെൽവിൻ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. സ്വർണ്ണ മെഡൽ നേടിയത് ഗുൽവീർ സിംഗ് ആണ്. ആദ്യ മെഡൽ നേടുന്നത് ആര് തന്നെയാണ്? സെൽവിൻ സെബാസ്റ്റ്യൻ തന്നെയാണ്. മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതാണ്. ശരിയല്ലേ? മീറ്റിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതല്ലേ? ആദ്യം ചൈന എന്ന് പറഞ്ഞു, 2ാം സ്ഥാനം ഇന്ത്യ എന്ന് പറഞ്ഞു, 3ാം സ്ഥാനം ജപ്പാൻ എന്ന് പറഞ്ഞു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, 24 മെഡലുകൾ നേടി ജപ്പാൻ 3ാം സ്ഥാനത്തെത്തി. ശരി, പക്ഷേ 24 മെഡലുകളല്ല. ഇന്ത്യക്കാണ് 24 മെഡലുകൾ ഉള്ളത്, ജപ്പാന് 24 മെഡലില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 4 മാത്രം തെറ്റ്. 1, 2, 3 ശരി. അപ്പോൾ 1, 2, 3 ശരി എന്ന സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരി. അപ്പൊ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്ന ഖ്യാതി നേടാൻ പോകുന്ന വ്യക്തിയാര്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഓപ്ഷൻ എ ശുഭാൻശു ശുക്ല, ബി രാകേഷ് ശർമ്മ, സി സുനിത വില്യംസ്, ഡി കൽപ്പന ചൗള. അപ്പോൾ ഓപ്ഷൻസും സിമ്പിൾ ആണ്, ചോദ്യവും സിമ്പിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാകും. എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യുക. ഇതിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ശുഭാൻശു ശുക്ല. അരിവാൾ രോഗം ഏത് രക്തകണത്തെ ബാധിക്കുന്നു? ഏതാണ്? നമുക്കിത് ഓപ്ഷൻ ഒന്നും വേണ്ട, നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഉത്തരം പറയൂ അല്ലേ? പക്ഷെ നമുക്ക് ഓപ്ഷനിൽ ബബിൾ ചെയ്യുകയാണ് നമ്മുടെ ധർമ്മം. എ വെള്ള രക്താണുക്കൾ, ബി പ്ലാസ്മ, സി ചുവപ്പ് രക്താണുക്കൾ, ഡി
പ്ലേറ്റ്ലെറ്റ്. ഏതാണ്? വെള്ള രക്താണു അഥവാ നമ്മുടെ ശ്വേത രക്താണു, WBC വൈറ്റ് ബ്ലഡ് സെൽസ്, അതാണ് ഒരു വെള്ള രക്താണു എന്ന് ഇട്ടിരിക്കുന്നത്. നമുക്ക് പലതരത്തിലും വരാം. ബി പ്ലാസ്മ, സി ചുവപ്പ് രക്തകണങ്ങൾ അഥവാ നമ്മുടെ RBC അരുണ രക്താണുക്കൾ, ഡി പ്ലേറ്റ്ലെറ്റുകൾ. ഏതാണ് ഉത്തരം? എല്ലാവരും കമന്റ് ചെയ്തേ. ഏതാണ്? ഓപ്ഷൻ സി ചുവപ്പ് രക്താണുക്കൾ അഥവാ അരുണ രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ്. IPL 2025 എത്ര സീസൺ പൂർത്തിയാക്കി? അപ്പോൾ എത്രാമത്തെ സീസൺ ആയിരുന്നു നമ്മൾ 2025 കളിച്ചത്? എത്രാമത്തെ ആയിരുന്നു? ഓപ്ഷൻ എ 15, ബി 16, സി 17, ഡി 18. അപ്പോൾ നമ്മൾ ആരെ ഓർക്കണം? നമ്മുടെ വിരാട് കോഹ്ലിയെ ഓർക്കണം, ജേഴ്സി നമ്പർ ഓർക്കണം. അപ്പോൾ എത്രാമത്തെ പതിപ്പായിരുന്നു? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ. ഏതായിരുന്നു? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഡി 18ാമത്തെ പതിപ്പാണ് 2025 നടന്നത്. അന്നലീന ബാർബോക്ക് ഏത് രാജ്യത്തിന്റെ മുൻ വിദേശകാര്യ മന്ത്രിയാണ്? ഏത് രാജ്യത്തിന്റെ മുൻ വിദേശകാര്യ മന്ത്രിയാണ് അന്നലീന ബാർബോക്ക്? ഏത് രാജ്യത്തിന്റെയാണ്? ഓപ്ഷൻ എ ഫ്രാൻസ്, ബി ജർമ്മനി, സി നെതർലാൻഡ്സ്, ഡി ഇറ്റലി. നമ്മൾ ഏത് രാജ്യം എന്നാ പറഞ്ഞേ? ആരാണ്? UN പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റ് ആണ് അന്നലീന ബാർബോക്ക്. ഏത് രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നു? ഫ്രാൻസ് ആണോ, ജർമ്മനി ആണോ, നെതർലാൻഡ്സ് ആണോ, ഇറ്റലി ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ജർമ്മനിയാണ്. ജർമ്മനിയുടെ വിദേശകാര്യ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് അന്നലീന ബാർബോക്ക്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇതിന്റെ നോട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നോട്ട് വേണ്ടവർ തീർച്ചയായും നമ്മുടെ കേരള PSC @സഹകാരി എന്ന ടെലഗ്രാം ചാനലിലൊന്ന് ചേരുക. ഏതാണ്? കേരള PSC @സഹകാരി. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ ചാനലിലും കൂടെ അംഗമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിന്റെ നോട്ട്, അതാത് ദിവസത്തെ നോട്ട് കൃത്യമായിട്ടും കിട്ടുന്നതാണ്. അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് കൂടുതൽ ആനുകാലിക വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്